നമസ്കാരം പ്രിയമുള്ളവരെ. ലോകത്തിലെ ഒട്ടുമിക്ക മഹത്തായ വിപ്ലവങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. പക്ഷേ പൂക്കളുടെ പേരിൽ അറിയപ്പെടുന്ന ഏതാനും ചില വിപ്ലവങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മനോഹരമായ കാർനേഷൻ പൂവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കാർനേഷൻ വിപ്ലവം. അരാജകത്വത്തിൽ നിന്ന് നാടിനെ ജനാധിപത്യത്തിലേക്ക് ഉയർത്തിയ വിപ്ലവമാണ് കാർനേഷൻ വിപ്ലവം. അതായത് നമ്മുടെ പോർച്ചുഗലിനെ ഇന്ത്യയിലേക്ക് ആദ്യം കപ്പൽ മാർഗം വന്നെത്തിയ ആൾക്കാരാണ് പോർച്ചുഗീസുകാർ. ആ പോർച്ചുഗീസുകാരുടെ നാട്ടിൽ നടന്ന പോർച്ചുഗലിനെ ജനാധിപത്യത്തിലേക്ക് ഉയർത്തിയ വിപ്ലവമാണ് കാർനേഷൻ വിപ്ലവം. അതിനുശേഷമാണ് ടുലിപ്പ് റെവല്യൂഷൻ. ടുലിപ്പ് റെവല്യൂഷൻ നടന്നിരിക്കുന്നത് 2005 കിർഗിസ്ഥാനിൽ നടന്ന വിപ്ലവമാണ് ഈ ടുലിപ്പ് റെവല്യൂഷൻ. മനോഹരമായ ടുലിപ്പ് പൂക്കളുമായി അവർ നാടിനെ സമാധാനത്തിലേക്ക് ഉയർത്തി. അങ്ങനത്തെയുള്ള വിപ്ലവമാണ് ടുലിപ്പ് റെവല്യൂഷൻ. പിന്നീട് ഒടുവിലത്തേത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റോസ് റെവല്യൂഷൻ. ജോർജിയയിൽ അരങ്ങേറിയ വിപ്ലവമാണ് റോസ് റെവല്യൂഷൻ. മിഖേൽ സ്കാഷിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനക്കാർ റോസാ പൂക്കളുമായി പാർലമെന്റിലേക്ക് ഇരച്ചു കയറുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതിൽ നടന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പ്, രാഷ്ട്രീയ അഴിമതി തുടങ്ങിയ വിഷയങ്ങളെ മുൻനിർത്തിയാണ് റോസ് വിപ്ലവം നടന്നത്. അതുപോലെ തന്നെ വേറൊരു പുഷ്പത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിപ്ലവം കൂടെയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള മനുഷ്യർ ആ പുഷ്പത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ വിപ്ലവം ഏതാണ്, ഏത് രാജ്യത്താണെന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ എന്നോട് പറയുക. ഇതുപോലുള്ള കമൻറ്റ് ചെയ്യാമെങ്കിൽ ഉപകാരമായിരിക്കും. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം മാർഗങ്ങൾ അവലംബിച്ചാണ് നമ്മുടെ മുൻ തലമുറ അല്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങൾ പല രാജ്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പലപ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ അക്ഷരപിശാചി ക്ഷമിച്ച് ആ കമൻറ്റ് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഞാൻ സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. എല്ലാ സമ്മാനമൊന്നും ഇപ്പം അയക്കില്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടുതൽ കമൻറ്റുകൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക, അതൊരു ഭാഗ്യമല്ലേ. കൂടുതൽ ഹിസ്റ്ററികളുമായി വീണ്ടും കാണാം.